മണിനാരനോ ചൊല്ല. ജോജി മാഷോ, ജോജി മാഷോ, മാഷെന്താ ഇവിടെ? അവൻ കുഞ്ഞാലിക്കുട്ടിയല്ല, കണ്ണാലിക്കുട്ടിയാണ്. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്രയും വൃത്തികെട്ട ഒരു മാഷെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ചെറ്റത്തരമല്ലാതെ കയ്യിലില്ല. ആ ഹാജിയാർക്കുള്ള നിലയും വിലയും അവൻ ഒരുത്തനായിട്ടില്ലാണ്ടാക്കും. ഈ ചെറ്റ എങ്ങനെ ഒരു മാഷായി? കൈക്കൂലി അല്ലാണ്ടെന്താ? ഏത് നേരം ആ ഹാജിയാരുടെ മകളുടെ പുറകെ. ഹാജിയാരെങ്ങാനും അറിയണം, അവന്റെ തല പോവും. നേരാണോ ഇതൊക്കെ? പിന്നെ ഇവനെയൊക്കെ വെടിവെക്കണം. ഏതായാലും ആളൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാ. സാരി ചുറ്റി ആരെ കണ്ടാലും പഞ്ചാര വർത്തമാനം പറഞ്ഞ് പുറകെ കൂടും. 2 ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും. എനിക്ക് അനുഭവം ഉള്ളതാ. പ്രേമലതേ, എന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത്? നിനക്കൊരു പെണ്ണും പിള്ളേണ്ടെന്ന് ഈ നാട്ടുകാർക്ക് മുഴുക്കെ അറിയാം. അറിയാം. എന്നാലും വിളിച്ചാൽ അവൾക്കൊന്ന് വിളി കേട്ടൂടെ? പ്രേമലതേ. ഏട്ടാ, ചേച്ചി ഇവിടെ ഇല്ല. ആ മാഷിന്റെ വീട്ടിലേക്ക് പോയിരിക്കാം. അവൻ 2 ദിവസം കൊണ്ട് ഏത് പെണ്ണിനെയും വലയിലാക്കും. എനിക്കെല്ലാം മനസ്സിലായി. ഒരിക്കലും ഞാനിത് ആരോടും പറയില്ല മാഷെ. മാഷയുടെ സാഹചര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നല്ലേ. ആ അലിയാരി മാഷ് കാണാൻ ഇതറിഞ്ഞാൽ ഈ നാട്ടിൽ ഭൂകമ്പം ഉണ്ടാകും. അതുകൊണ്ട് ആരോടും പറയരുത്. എന്നെ പൂർണ്ണമായും മാഷക്ക് വിശ്വസിക്കാം. പ്രേമലത എന്നെ വിശ്വസിക്കണം. നമ്മൾ തമ്മിലുള്ള ബന്ധം മറ്റാരും അറിയരുത്. ഇല്ല മാഷെ, ഞാൻ ഒരിക്കലും മാഷ ചതിക്കില്ല. സത്യം. ചേട്ടൻ പറയട്ടെ. എനിക്കെല്ലാം മനസ്സിലായി. 2 കുറച്ചാൽ വഞ്ചിക്കായിരുന്നല്ലേ? കൊല്ലില്ല, 2 കൊല്ലില്ല. മലയാളം മാഷേ, ജോജി കേട്ടു, എല്ലാം ഞാൻ കേട്ടു. ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മ കള്ളഹിമാറെ മുസ്ലിം സമുദായത്തെ മുഴുവൻ നീ വഞ്ചിച്ചു. വിടില്ല ഞാൻ, പടച്ചോനാണ് വിടില്ല. ഈ വിവരം ചൂടോടെ ഞാൻ ഹാജിയാരെ അറിയിക്കും. എന്നെ ചതിക്കരുത്. ഞാൻ വേണമെങ്കിൽ മാഷിനെ കാല് പിടിക്കാം. വന്നു കയറിയ ഉടനെ എന്റെ കാല് വാരിയെന്നല്ലേ നീ? ഇവിടെ എന്റെ രക്തം തിളയ്ക്കുന്നു. ഇസ്ലാമിന്റെ രക്തമാണ്. വിടില്ല ഞാൻ, നിന്നെയും വിടില്ല, നിന്റെ മറ്റവനെയും വിടില്ല. ഈ നാട് മുഴുവൻ മനസ്സിലാക്കട്ടെ നീ ആൾമാറാട്ടക്കാരനാണെന്ന്. ചോരയും നീരുമുള്ള മുസ്ലിം സഹോദരങ്ങളുണ്ട് ഈ നാട്ടില്. ഇതിന്റെ മറുപടി അവര് പറയും. കള്ള ഹിമാറേ. പറയുന്നൊന്നും കേൾക്ക്. എന്തിന് സമാധാനം ഉണ്ടാക്കാം? എടുത്തി ആടി ഒന്നില്ല. പിള്ളേരെ പോലെ എന്തിനു സമാധാനമുണ്ട്? നിന്റെ മാഷ എന്താ ഇത്? എന്ത് അരിയുടെ മാഷ നിന്നെ. അയ്യോ സൂമാരും. എനിക്ക് കൊണ്ടില്ലേ? അയ്യോ ബ്ലഡ് മാഷേ.
ഹാജിയാർ മാസ്റ്റർക്ക് വെടിവെട്ട്! കാതറെ, അലിയാർക്ക് എങ്ങനെയുണ്ട്? ബോധം വീണില്ലല്ലോ. വീണു. അല്ല, സംഭവിച്ചത് എന്താണെന്ന് വല്ലതും പറഞ്ഞോ? അതെങ്ങനാ? ഉണ്ട തൊണ്ടേ തന്നെ ഇരിക്കല്ലേ. വെളിയിലെടുത്ത ആള് തട്ടിപ്പോ, എടുത്തില്ലെങ്കിൽ സംസാരിക്കാൻ പറ്റൂല. അതാണ് അവസ്ഥ. ഭാഗ്യം. അല്ല, ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറയായിരുന്നു അല്ലേ? ഹാജർ വന്നോ? ഇല്ല, ഇപ്പൊ ഇങ്ങ് എത്തുന്ന പറഞ്ഞത്. വാ. മാഷേ, ഡ്രിൽ മാഷേ, ഡ്രിൽ മാഷേ, തീരെ സംസാരിക്കാൻ വയ്യ. എന്നാലും സുകുമാരൻ അലിയാരോട് ഇങ്ങനെ ഒരു ശത്രു തോന്നാനുള്ള കാര്യം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടില്ല. കൈ താത്തി വെയ്, വേദനിക്കും. മാഷ്ക്ക് എന്ത് തോന്നുന്നു? ഞാനും അത് ആലോചിക്കുന്നത്. സുകുമാരൻ ഇടയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത്തവണ ഒരുത്തരെ തട്ടിയിട്ടേ ഞാൻ തിരിച്ചു പോകുന്നു. ഞാനത് വെറും തമാശയായിട്ടാണ് വിചാരിച്ചിരുന്നത്. തമാശ ഒന്നുമല്ല, സുകുമാരൻ എന്തെങ്കിലും മുൻവൈരാഗ്യം കാണും. അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് കഴുത്തി തന്നെ വെടിവെക്കൂ. സബൂറ, എന്താ എന്നെ ഉണ്ടായത്? വിശദമായി ഒന്നും അറിയില്ല. ഏതായാലും ഭയപ്പെടാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. സമാധാനമായിരിക്കല്ലേ, പടച്ചോന്റെ കൃപ കൊണ്ട് ഒരാപത്തും വരൂല. അലിയാർക്ക് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാ അതൊക്കെ ചെയ്തു കൊടുക്കണം. എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ നിൽക്കുന്നതായിരിക്കും അലിയാർക്ക് കൂടുതൽ ഇഷ്ടം. വിഷമിക്കണ്ട, ഞാനും കൂടെ നിൽക്കാം. ഒരുമിച്ച് കഴിഞ്ഞവരല്ലേ, അതിന്റെ സ്നേഹ. മാഷക്കൊന്നും പറ്റില്ല, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. എന്നാ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇവിടെ നിൽക്കട്ടെ. എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തായാലും അല്ല, ഒന്നുമില്ല. ഡോക്ടർ പറഞ്ഞത് വെടികൊണ്ട ഷോക്കിൽ ഓർമ്മശക്തി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ദാ കൈയും കാലോട്ട് അടിക്കുന്ന കണ്ടില്ലേ? ദേഹം ഇളക്കണ്ട അല്ലേ. സമാധാനമായിരിക്കും. ഞാൻ പോയിട്ട് വരാം. കൈവിട്, കൈവിട്. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോവാ. പോലീസുകാർ വല്ല ഏടാകൂടം എഴുതി പിടിപ്പിച്ചാൽ പിന്നെ അതിന്റെ പുറകെ ചുറ്റിത്തിരിയും. പോയി നോക്കട്ടെ. കേട്ടല്ലോ, ആചാര്യൻ ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അനങ്ങാട് അവിടെ അടങ്ങി കിടന്നു. ഇവൻ കുഞ്ഞാലിക്കുട്ടിയല്ല, ജോനകപ്പറമ്പിൽ ജിതേന്ദ്രവർമ്മയാണ് എന്ന് ഹാജിയാരോട് പറയണം അല്ലേ? മോനെ, ബോധം കെടുത്താൻ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞാലോ? കേട്ടിടത്തോളം ഏത് പാതാളത്തിൽ ഒളിച്ചിരുന്നാലും ആ സുകുമാരൻ അവര് പൊക്കും. ആ SIയുടെ കയ്യിലെങ്ങാനും കിട്ടിയ നീയും പ്രേമലതയുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം പുറത്തു വരും. പിന്നെ അവര് പ്രേമലതയെ ചോദ്യം ചെയ്യും. അതൊക്കെ എനിക്കും അറിയാം. ഇതിനൊരു പോംവഴി എന്താണെന്ന് പറ. എടാ, നീ പ്രേമലതയെ കണ്ട് ആരെന്ത് ചോദിച്ചാലും ഈ കാര്യം മാത്രം പറയരുതെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും കള്ളക്കഥകൾ പറഞ്ഞോട്ടെ. നീ പറഞ്ഞ അവൾ അനുസരിക്കാതിരിക്കില്ല. ജോർജ് മാഷ്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഈ ബന്ധം ഇപ്പോഴും തുടരുന്നോ? ഇവൾ പ്രേമലതയല്ല, കാമലതയാണ്. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. എല്ലാ കാര്യവും ഞാൻ ഏറ്റെന്നല്ലേ പറഞ്ഞു. എല്ലാ കാര്യവും നമുക്ക് പോംവഴി ഉണ്ടാക്കാം. അറിയാതെ പ്രേമലത കരഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ? പ്രേമലത ഒന്നും മനസ്സിലാക്കാം. ഈ ആര് വരുന്നുണ്ടോ? പ്രേമലത അകത്ത് വയ്ക്കും. ആരാ? സുകുമാരനാ? വാപത്തിക്കോ? നേരത്തെ പൊത്തി തൂക്ക്. തൂക്കി. പട്ടാളത്തിന് തീറ്റ തിന്ന് എന്തൊരു വെയിറ്റ്. ഈ പ്രശ്നത്തിൽ ഇടപെടാൻ താനാരാ? എടോ, ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥരെ കിഡ്നാപ്പ് ചെയ്തുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയോ? ഒരു കാര്യം താൻ മനസ്സിലാക്കണം. ഞാനേ സെൻട്രൽ ഗവൺമെന്റിന്റെ ആളാ, അറിയോ? സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ല,
പ്രധാനമന്ത്രിയുടെ ആളായിരുന്നാലും ശരി ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വെക്കുന്നത് ശിക്ഷാർഹമാണ്. അതെനിക്കറിയാവോ? ഒരു രാജ്യരക്ഷാഭടന് ഈ രാജ്യത്ത് എവിടെയും ഏത് തരം തോക്കും യഥേഷ്ടം കൊണ്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം തനിക്കുണ്ടോന്നാണ് എനിക്കറിയേണ്ടത്. ഒരു പട്ടാളക്കാരൻ തോക്കുമായി നാട്ടിൽ വന്നാൽ അത് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. താൻ റിപ്പോർട്ട് ചെയ്തോ? ഇല്ല. എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല? ഇതങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ തോക്കല്ല. എന്താ റിപ്പോർട്ട് ചെയ്താല്? ഇതൊരു കേണലിന്റെ തോക്കാണ്. അത് തന്റെ കയ്യിൽ എങ്ങനെ വന്നു? അടിച്ചു മാറ്റി അല്ലേ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പൊ മിലിറ്ററിയുടെ കണ്ണിലും താൻ കുറ്റവാളിയാണ്. അതിനുള്ള ശിക്ഷ വേറെ. അതുപോട്ടെ, ഏത് നിമിഷവും അലിയാര് തട്ടിപ്പോവാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. അലിയാര് തട്ടിപ്പോയാൽ ആ നിമിഷം മുതൽ താനൊരു കൊലപ്പുള്ളിയായി മാറും. അതിന് ഞാൻ അലിയാരെ അല്ല വെടിവെച്ചത്. പക്ഷെ കൊണ്ടത് അലിയാർക്കല്ലേ? അത് വിധി. ഞാൻ വെടിവെച്ചത് ആ വഞ്ചകൻ കുഞ്ഞാലിക്കുട്ടിയാണ്. വഞ്ചകൻ വഞ്ചകൻ വഞ്ചകൻ. ഞാൻ എപ്പോഴാണോ തന്നെ വഞ്ചിച്ചത്? ചേച്ചേ, നീ വീണ്ടും വന്നാ ഇന്നെനിക്ക് രണ്ടുപേരും അറിയണം. എന്റെ കാര്യമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാ. നീ ഇവിടെ പോത്ത് പോലെ ഇരുന്ന് ഉറങ്ങിക്കോ. കണ്ണ് തെറ്റി ഇയാള് ചെയ്തു വെക്കുന്ന വൃത്തികേടുകൾ കണ്ടില്ലേ? എന്താ? ദേ ഈ സിസ്റ്റർക്ക് കൊടുത്ത വായിച്ചു നോക്ക്. എന്താ എഴുതിയിരിക്കണേ? ഞാനത് എങ്ങനെ പറയും? സിസ്റ്റർ ഒരു സിസ്റ്റർ അല്ലേ സിസ്റ്റർ? പക്ഷെ പറയാതിരുന്നാൽ അതിനേക്കാളും പ്രശ്നമാവും. ഇയാള് സിസ്റ്റർക്ക് പ്രേമലേഖനം എഴുതിയിരിക്കുക. ഞാനിത് കംപ്ലൈന്റ് ചെയ്യും. വന്നിട്ട് മുതൽ ഞാൻ ശ്രദ്ധിക്കോ ഇയാളുടെ കണ്ണുകൊണ്ടുള്ള രാഗ്യം കാട്ടില് ചാറ കിടപ്പഴോ പ്രേമലേഖനം എഴുതുന്നു. പൂണ്ടാക്കണേ. ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം സിസ്റ്റർ. ഇത് ഇയാളുടെ ഒരു വീക്ക്നെസ് ആയി പോയി. ആ പട്ടാളക്കാരന്റെ ഭാര്യയെ ഊട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ലെറ്റർ കൊടുത്തതിനാ അയാൾ ഇവന്റെ കഴുത്തിൽ വെടിവെച്ചത്. ആ ഉണ്ട തൊണ്ടയിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ തെണ്ടിത്തരം കാണിച്ചിരിക്കുന്നത്. കൂടെ ജോലി ചെയ്യുന്നവനായി പോയില്ലേ സിസ്റ്റർ? ഉപേക്ഷിക്കാൻ പറ്റൂ? മാഷേ, ഇതിനൊരാളും തരവും ഒക്കെ നോക്കണ്ടേ? സിസ്റ്ററെ, മറ്റുള്ള എല്ലാ സിസ്റ്റർമാരോടും പറയണം ഇയാൾക്ക് പേപ്പറോ പേനയോ ചോദിച്ചാൽ കൊടുക്കരുതെന്ന്. അപ്പൊ ലവ് ലെറ്റർ എഴുതിക്കളെ. പേപ്പർ പോയിട്ട് ഇനി മരുന്ന് പോലും ഇയാൾക്ക് കൊടുക്കില്ല. വൃത്തികെട്ടവൻ. വെരി ഗുഡ്. സിസ്റ്റേഴ്സ് ആയാലും ഇങ്ങനെ വേണം. എഴുതി അറിയിക്കാനുള്ള ശ്രമം നടന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇത് തന്നെ തലനാരിയുടെ വ്യത്യാസത്തിലാണ് രക്ഷപ്പെട്ടത്. മറ്റന്നാളാണ് ഓപ്പറേഷൻ. ഓപ്പറേഷൻ കഴിഞ്ഞ് അലിയാർ സംസാരിക്കാൻ തുടങ്ങിയാൽ അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഉണ്ട്. പ്രതീക്ഷകൾ ഇനിയും ബാക്കിയുണ്ട്. ഞാൻ കൂടെ ഒരു വെടി വെക്കണോ? ചുമ്മാ ഇരിടാ. ഏത് കാര്യവും പോസിറ്റീവായിട്ട് ചിന്തിക്കേ. നമ്മൾ ഉടനെ അലിയാരുടെ വീട്ടിലേക്ക് ഒരു കമ്പി അടിക്കുന്നു. ഗ്ലൂക്കോസ് വേണോ? വേണ്ടാന്ന്. അലിയാർ മാഷ് ആരാണ് പറഞ്ഞത്? ആണോ? രണ്ടാമത്തെ മകള് നബീസാന്റെ. അത് മനസ്സിലായി. ഏതായാലും ഇപ്പൊ വന്നത് നന്നായി. ആരാ? ഉമ്മയാണല്ലേ? പേടിക്കാനൊന്നുമില്ല. ഇതാരാ? ഇത് അലിയാരൂട്ടിയുടെ ആദ്യത്തെ ബീവി, ഇത് രണ്ടാമത്തെ അത് ബീവി. ശരി. ഇത് രണ്ടു കുടിയിലും കൂടെ മക്കൾ. ഒന്നൊന്നും പേടിക്കണ്ട. രണ്ട് കെട്ടിയിട്ടാണ് ഈ പണിക്ക് പോയതല്ലേ? ഇവിടുത്തെ ചികിത്സയും വിശ്വസിച്ചുകൊണ്ടിരുന്ന മച്ചാനെ ജീവനോടെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ റബ്ബേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നും ആലോചിക്കാനില്ല. എത്രയും വേഗം മച്ചാനെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. അതാണ് നല്ലത്. ആ വെടിവെച്ച പട്ടാളക്കാരനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കാം. മാഷ തട്ടിയിട്ട് ജയിലിൽ പോവൂ എന്നാണ് അയാൾ പറയുന്നത്. ഇന്നലെ തോക്കുമായിട്ട് ഇവിടുത്തെ മതിലിയാടി കിടക്കുന്ന സെക്യൂരിറ്റിക്കാർ കണ്ടു. അതിന് മാത്രം എന്ത് തെറ്റാ മച്ചാൻ ചെയ്തത്? തെറ്റും ശരി ആലോചിച്ചിരുന്ന മച്ചാന്റെ മയ്യത്തെ കൊണ്ടുപോകുള്ളൂ. ആരും ബഹളം ഉണ്ടാക്കരുത്. ബാപ്പാ, ഞാനങ്ങോട്ട് ഇതൊന്നും ഇങ്ങോട്ട് കേറി ഭായി മാറേ.
ആയിഷ എന്താക്ക എവിടെ മൂസാക്ക മോളിലുണ്ട് എന്താണ്ടാ വല്ലാലെ നോക്കി നിൽക്കണേ എന്റെ പൂരല്ലേ കയറി പൊയ്ക്കോ അകത്തേക്ക് അല്ല പിന്നെ മൂസാക്ക മൂസാക്ക ആ വീരാൻകുട്ടിയോ ഈ പടി കടക്കൂല എന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. പിന്നെന്താ പെട്ടെന്നൊരു പൂരി? അല്ലോ, മൂസാക്ക് ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് തിരിക്കുക. ഞമ്മളതൊക്കെ അമ്മയെ മറന്നില്ലേ? റഹീമിനെ തല്ലാനും ശിക്ഷിക്കാനുള്ള അധികാരം ഞമ്മളെപ്പോഴത്തെ നിങ്ങൾക്കില്ലേ? ഇരിക്കേ. തെറ്റോ അവന്റെ ഭാഗത്ത് തന്നെയാ. സ്വന്തം കാശ് കട്ടടക്കേണ്ട പല കാര്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഓനും പാട് അവകാശപ്പെട്ടതല്ലേ ഈ സ്വത്ത് മുഴുവനും? ഒരു റൂമിലേക്ക് കടന്നു വരുമ്പോ കുറച്ചൊക്കെ മാനേഴ്സ് വേണമെന്നറിയില്ലേ? എനിക്ക് അധികാരപ്പെട്ട റൂമിലേക്ക് വരാൻ മാനേഴ്സ് നോക്കണോ? ഒരു അധികാരം. റഹീമും മുംതാസും തമ്മിൽ നിക്കാഹ് നമ്മൾ പണ്ടേ ഉറപ്പിച്ചതല്ലേ മൂസാക്ക? ആരെ ഉറപ്പിച്ചു? വീരാൻകുട്ടി എന്താ പറയണേ? പണവും പ്രതാപവും ഒന്നും വേണ്ട. പക്ഷേങ്കിൽ എന്റെ മോക്ക് വരുന്ന ചെക്കന് സ്വഭാവ ഗുണം ഉണ്ടായിരിക്കണം. നല്ല തറവാടി പറഞ്ഞ പോരാ, നല്ല രീതി വളർത്തുകയും വേണം. മൂസാക്ക ഞമ്മളെ മോന് വിവരമില്ല, സമ്മതിച്ച്. പക്ഷെങ്കിലേ നിങ്ങൾ ഏത് സുൽത്താനിയാ മോക്കും വേണ്ടി കണ്ടുവച്ചിരിക്കുന്നേ? ഓ, ഇപ്പൊ പുതിയൊരു മാസ്റ്റർ വന്നിട്ടുണ്ടല്ലോ, കുഞ്ഞാലിക്കുട്ടി. നാട്ടുകാര് മുഴുവൻ പറയണ കേട്ട് തലയിലാ വെച്ചിരിക്കുന്നേന്ന്. ഓനായിരിക്കും. അതെ, ഓൻ തന്നെ. എന്താ ഓനൊരു കുറവ്? പഠിപ്പില്ലേ? വിവരമില്ലേ? മനുഷ്യന്മാരോട് പെരുമാറാൻ അറിയില്ലേ? എന്റെ മുംതാസിന് വരുന്ന ചെക്കന് ഇത്രയൊക്കെ മതി. വീരാൻകുട്ടി പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ വഹിക്കണില്ല. കോയാ സാഹിബിനെ വിളിച്ചു വരുത്തി കുഞ്ഞാലിക്കുട്ടിയായിട്ടുള്ള നിക്കാഹ് ഉറപ്പിക്കാൻ പോവാ. മാഷേ മാഷേ, നിങ്ങൾ ഇത് എവിടെയാണ്? എന്താ വിശേഷം അറിഞ്ഞില്ലേ? ഇല്ല. നല്ലൊരു കോഴി ബിരിയാണി ഞാൻ നിങ്ങൾ തയ്യാറായിക്കോളി. നിക്കാഹ് ഉറപ്പിച്ച്. വളരെ സന്തോഷം. എവിടെന്നാ പെണ്ണ്? ഞമ്മളതല്ല, നിങ്ങളെ ചെങ്ങായി കുഞ്ഞാലിക്കുട്ടി മാഷ. കുഞ്ഞാലിക്കുട്ടിയുടെ ആന്ന് ആര്യാര മോള് മുണ്ടാസും കുഞ്ഞാലിക്കുട്ടി മാഷ നമ്മൾ നിക്കാഹ് ഉറപ്പിച്ച്. ഇതറിഞ്ഞ വീരാൻകുട്ടിക്ക് ബഹളം വെച്ച് പോണത് ഞമ്മള് കേട്ടതാണ്. വന്നപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അന്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ട്. എന്താന്ന് വെച്ചാ പറയേ. ഒന്നുമില്ല. കുഞ്ഞാലിക്കുട്ടിക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാവുന്നു എന്നറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനായിരിക്കും. അവൻ അമ്പിളിയമ്മാവനെ പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിനും ഈ ജോജി തയ്യാറാവും. ഞങ്ങളുടെ ആത്മബന്ധത്തിന്റെ ആഴം ആർക്കും അളക്കാൻ കഴിയില്ല. ആർക്കും. മൈലുകൾ താണ്ടി ഞാനിവിടെ വന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് തുണയായി അവന്റെ നിഴലായി നിൽക്കുന്ന എന്തിനാണെന്ന് ഹജർക്കറിയാമോ? പറയാതെ നമ്മളങ്ങനെ അറിയും. കളിച്ചും ചിരിച്ചും നടക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു മുഖം മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ആർക്കും കണ്ടെത്താനാവാത്ത മറ്റൊരു മുഖം അവനുണ്ട്. സ്വന്തം മകളെ കുഞ്ഞാലിക്കുട്ടിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഹാജിയാരോട് ആ സത്യം തുറന്നു പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. വൈദ്യശാസ്ത്രത്തിന് പോലും കണ്ടെത്താൻ കഴിയാത്ത മാരകമായ ഒരു രോഗത്തിനടിമയാണവൻ. എന്താ റബ്ബേ, എന്തായി കേക്കണേ? കുഞ്ഞാലിക്കുട്ടിക്ക് അതറിയോ? അറിയാം. എനിക്കും അവനും മാത്രം അറിയാവുന്ന സത്യം. ബിഎഡിന് പഠിക്കുമ്പോ ക്ലാസ് മുറിയിൽ വെച്ചൊരു തലകറക്കം. അതായിരുന്നു തുടക്കം. ആദ്യം അതത്ര കാര്യമാക്കിയില്ല. പിന്നെ നിലച്ചിരിക്കാത്ത പല അവസരങ്ങളും അത് ആവർത്തിക്കപ്പെട്ടു. പിന്നെ പരീക്ഷണങ്ങളും പരിശോധനകളും ഒന്നും എവിടെ എത്തിയില്ല. പക്ഷെ ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഹാജിയാരെ. ബോംബെയിലുള്ള അതിവിദഗ്ധനായ ഒരു ഡോക്ടർ അവന്റെ രോഗം ഭേദമാക്കി തരാമെന്ന് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാൻ അവനെ കൊണ്ടുപോവുകയാണ്. അത് ചോദിക്കാനാണ് ഞാൻ വന്നത്. കോയ സാഹിബിന് വിവരം അറിയോ? ഇല്ല. ഒന്ന് മാത്രമേ അവൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ജീവന് തുല്യം സ്നേഹിക്കുന്ന അവന്റെ ഉമ്മയും ബാപ്പയും ഇത് അറിയരുതെന്ന്. ചെകുത്താനും കടലിനും നടുവിലായിരുന്നു ഹാജിയാരെ ഞാൻ ഇതുവരെയും. ഇപ്പൊ ആശ്വാസമായി. ഹാജിയാരോടെങ്കിലും ഇത് തുറന്നു പറഞ്ഞല്ലോ എന്നൊരു സമാധാനം. നമ്മുടെ കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വരും. ഞാൻ ഉറപ്പ് തരുന്നു. തൽക്കാലം മകൾ ഇതറിയരുത്. പോകുന്നതിന് മുമ്പ് എനിക്ക് ഓനെ ഒന്ന് കാണണം. ഞാൻ പറയാം.
ഹാജിയാര് വിഷമിക്കരുത്. വരട്ടെ ഹാജിയാരെ. മാഷയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഞാൻ അന്നെല്ലാം മറച്ചു വെച്ചത്. പക്ഷെ ഇപ്പൊ എന്റെ ജീവിതം സുകുമാരേട്ടൻ എന്ത് സംഭവിച്ചെന്ന് പോലെ എനിക്കറിയില്ല. എനിക്ക് തെറ്റിദ്ധാരണ മാറ്റണം മാഷെ. സുകുമാരനൊന്നും സംഭവിച്ചിട്ടില്ല. തൽക്കാലം ഒന്ന് മാറി നിൽക്കുക, അത്രേ ഉള്ളൂ. സുകുമാരേട്ടന്റെ അച്ഛൻ വരെ എന്നെ മറ്റൊരു മുഖത്തോടെയാ കാണുന്നത്. നാട്ടുകാർ മുഴുവൻ പറഞ്ഞു തുടങ്ങി ഞാൻ കൊള്ളരുതാത്തവളാണെന്ന്. ഇങ്ങനെ പോയാ ഞാൻ ജീവിച്ചിരിക്കില്ല മാഷെ. പ്രേമലതേ, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനും ചിലതൊക്കെ തീരുമാനിച്ചു. എല്ലാം ഹാജിയാരോട് തുറന്നു പറയാൻ പോവുകയാണ്. ഞാൻ മൂലം പ്രേമലതയുടെ കുടുംബജീവിതത്തിന് ഒരു തകരാറ് സംഭവിക്കില്ല. എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി സുകുമാരനെ എത്രയും പെട്ടെന്ന് ഞാനിവിടെ കൊണ്ടുവരും. ഇത്രയൊക്കെ ഉള്ളൂ ടീച്ചറെ മനുഷ്യന്റെ കാര്യം. കുഞ്ഞാലിക്കുട്ടി മാഷക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന കാര്യം നമുക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എല്ലാം വിധി. നാളെ തന്നെ ചികിത്സിക്കാൻ ബോംബെക്ക് കൊണ്ടുപോകുമെന്നാ പറഞ്ഞത്. മാഷ് വരുന്നുണ്ട്. മാഷേ, കുറച്ച് പത്തിരി ഇറച്ചിയാണ് മാഷയ്ക്ക് വേണ്ടി നിന്റെ ബീവി ഉണ്ടാക്കിയത്. പത്തിരി ഇറച്ചിയോ? എന്താ വിശേഷിച്ച്? ഒന്നുമില്ല, എന്റെ ഒരു ആഗ്രഹമാണ് മാഷെ, നിങ്ങളിത് കഴിക്കണം. ഞാനിപ്പോ കഴിച്ചതേ ഉള്ളൂ. അല്ല മാഷെ, ഇനിയൊരു പക്ഷേ മാഷ് ഇത് വാങ്ങണം. കാതർ കഴിച്ചോ? ഞാനിപ്പോ പത്തിരി ഇറച്ചിയും കഴിക്കാനുള്ള ഒരു മൂഡിലല്ല. നമസ്കാരം മാഷെ. മാഷ് തളരെടുത്ത് മനസ്സിന്റെ ബലം, ശുഭാപ്തി വിശ്വാസം അതുണ്ടാവണം മാഷ്ക്ക്. ഞങ്ങളൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും. അല്ല മാഷ്. നമസ്കാരം മാഷെ. മാഷെ, പത്തിരി കഴിച്ചോളും മാഷ്. ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. അത് കേൾക്കുമ്പോ ഒരുപക്ഷെ ഹാജിയാർക്കൊരു ഷോക്കായേക്കാം. ഞാനൊരു വേണ്ട, ഒന്നും പറയണ്ട. ഒരിക്കൽ കൂടി കേൾക്കാനുള്ള മനസ്സ് നമുക്കില്ല. ചങ്ങായി വന്ന് എല്ലാ കാര്യവും പറഞ്ഞു. ആദ്യം ഞമ്മക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്തിനാ മറച്ചു വെച്ചത്? വന്നപ്പോ തന്നെ നമ്മോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നു? പലപ്പോഴും കരുതിയതാണ് ഈ മുഖം മൂടി അഴിച്ചു മാറ്റണമെന്ന്. ഇവിടെ നിന്നിരുന്ന ഓരോ നിമിഷവും നെഞ്ചിനുള്ളിൽ തീയായിരുന്നു. ഇങ്ങനെ ഒരു വേഷം കെട്ടേണ്ടി മതി മതി. നിനക്ക് എപ്പോ നോക്കിയാൽ ഈ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ എല്ലാ വിവരങ്ങളും ഹാജിയാരോട് പറഞ്ഞിട്ടുണ്ട്. അല്ല ഹാജിയാരെ, ഞാൻ അധികം ഇമോഷണൽ ആവല്ലേ, അത് കൂടുതൽ പ്രശ്നമാവും. വാ. വാ. എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക, നീ ഇവിടെ കുരി കഴിക്കാൻ വന്നോ അതോ കുരുക്കുണ്ടാക്കാൻ വന്നോ? വെറുതെ ഇരുന്ന് എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ച് ഇതായിപ്പോ രോഗിയാണ്. അത് ശരി, ഇപ്പൊ കുറ്റമല്ല എനിക്ക്. എടാ, ഞാൻ അങ്ങനെ ഒരു അടവ് പ്രയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ബാപ്പ വന്ന് മോന്റെ നിക്കാഹ് ഉറപ്പിച്ചിട്ട് പോയേനെ. അല്ല, നീ ഇതെന്തുദ്ദേശത്തില ഹാജിയാരോടെല്ലാം തുറന്നു പറയാൻ ഒരുങ്ങിയത്? മതിയായി വേഷം കെട്ടൽ. ഓരോ ദിവസവും ഒന്നിനൊന്ന് പ്രശ്നങ്ങൾ കൂടുന്നല്ലാതെ ഇതിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിന്നെ ബോംബെക്ക് കൊണ്ടുപോകാൻ പോകുന്നു എന്നാണ് ഞാൻ ഹാജിയാരോട് പറഞ്ഞിട്ടുള്ളത്. തൽക്കാലം ഇവിടെ നിന്ന് തടിയപ്പിയ പോരെ? ഇല്ല കുഞ്ഞാലിക്കുട്ടി, എനിക്കിവിടം വിട്ടു പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആദ്യമൊക്കെ ഈ നാടിനോടും നാട്ടുകാരോടും പേടിയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഹാജിയാരുടെ സ്നേഹം, ഈ സ്കൂളും കുട്ടികളും, ഇതൊക്കെയാണ് എന്റെ മനസ്സിൽ. സത്യം എന്തായാലും പുറത്തു വരുമെന്ന് എനിക്കറിയാം.
അതിനു മുമ്പ് എല്ലാം തുറന്നു പറയണം. ദേ, നീ എടുത്തു ചാടി മണ്ടത്തിലൊന്നും കാണിക്കരുത്. നീ എനിക്കൊരു 3 ദിവസത്തെ സമയം താ. അതിനുള്ളിൽ എല്ലാറ്റിനും ഒരു പരിഹാരം ഞാൻ കണ്ടെത്താം. ഇതൊന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? ആരാത്? ആരാ? കുഞ്ഞാലിക്കുട്ടി ഓനിവിടെ ഇല്ലല്ലോ. നിങ്ങൾ എവിടുന്നാ? ബോംബെന്നാ. കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ചങ്ങാതിയാ. ആരാ ദൂര? കുഞ്ഞാലിക്കുട്ടി ഒന്ന് കാണണമല്ലോ. ഓ ഇപ്പൊ ഇവിടെ ഇല്ല, മലപ്പുറത്താ. അവിടുത്തെ സ്കൂളിൽ മാസ്റ്ററാ. അല്ല, അവൻ ഇവിടെയുണ്ട്, എനിക്കറിയാം. വിളിക്ക. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞില്ലേ? ആരാണ്? വേണ്ട, വെറുതെ ബഹളം വെക്കണ്ട. കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ടാ ഞങ്ങൾ പോകും. അവനെ ഞങ്ങൾക്ക് വേണം. അല്ലോ ഇവിടെ ആരില്ലല്ലോ. പടച്ചോനാണ് സത്യം. ഓൻ ഇവിടെ ഇല്ല, മലപ്പുറത്താ. അവിടെ സ്കൂള് മാസ്റ്ററാണ്. ഏത് പാതാളത്തിൽ ഒളിച്ചിരുന്നാലും അവനെ ഞങ്ങൾ കണ്ടുപിടിക്കും. തയ്യാറായിക്കോ മോന്റെ മയ്യത്തെടുക്കാൻ. എന്താണെന്ന്? എന്താത്? ഈ നാടും നാട്ടുകാരെ ഉപേക്ഷിച്ച് മാഷ് പോയാലും എനിക്ക് സൂക്ഷിച്ചു വെക്കാൻ എന്നും ഒരു വിഷയം ഉണ്ടാവും. സ്വപ്നങ്ങൾ ഏറെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ എവിടെയൊക്കെയോ വായിച്ചു മറന്ന കഥകളിലെ റാണിയാണോ ഞാനെന്ന് തോന്നിപ്പോന്നു. തറവാട്ടിൽ എനിക്ക് വേണ്ടി ആലോചനകൾ നടക്കുന്നു. ഏട്ടന്മാരുടെ തീരുമാനങ്ങളെ നടക്കാറുള്ളൂ. പക്ഷേ ഇത് മാഷ് പറഞ്ഞോളൂ, ഞാൻ എന്താ വേണ്ടത്? ഗൗരിക്കറിയാമല്ലോ എന്റെ സാഹചര്യങ്ങൾ. കുരുക്കുകൾ ഓരോന്നഴിക്കാൻ ശ്രമിക്കുകയാണ്. ആ ഞാനിപ്പോൾ വേണ്ട, ഞാൻ പോട്ടെ. മാഷേ, കൊള്ളാം. ഗൗരിക്കുട്ടിയും കുഞ്ഞാലിക്കുട്ടിയും നല്ല ചേർച്ച. 2 കുട്ടികളും കൂടി എങ്ങോട്ടാ? ആചാരുടെ മാനസപുത്രനല്ലേ, അതിന്റെ ചങ്കുറപ്പാ. ഒരേ ഒരു പെങ്ങളാന്നും കരുതി വളർത്തിയതിന്റെ കൂലിയായി ഇവിടെ തരുന്നത്. ആന്തരക്കാരാ തറവാടിന്റെ പാലം കെടുത്താൻ കൊല്ലും ഞാൻ. കൊതു കുളത്തി താഴ്ത്തും. ഇനി നീ അവനെ കാണില്ല. ഉറുപ്പന്മാരാരാണെന്ന് അവനും അറിയും. വിടരുതവനെ. കുഞ്ഞാലിക്കുട്ടിയല്ലേ? അതെ. ഒന്ന് കാണാനാ വന്നത്. എന്തിനാ? ഒരു കാര്യം പറയാനുണ്ട്. പറയടാ, ആ പെട്ടിയോടെ? ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു പെട്ടിയെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ കയ്യിലുള്ള പെട്ടി എവിടെ? എന്റെ കയ്യിലുള്ള പെട്ടി നിങ്ങൾക്ക് എന്തിനാ? വേണം.
അതിനകത്ത് വിലപിടിപ്പുള്ള പല കാര്യങ്ങളും ഉണ്ട്. അയ്യോ ഇല്ല, പഴയ ഒന്ന് രണ്ട് പാന്റും 3-4 അണ്ടർവെയറും മാത്രമേ ഉള്ളേ. रुक जाओ, मैं उसको बता दूंगा. कुत्ते कमीने कहाँ है कुंजालीकुटी? बोलो, कुत्ते के बच्चे कहाँ है कुंजालीकुटी? कहाँ है? बोलो, कहाँ है कुंजालीकुटी? कहाँ है? बोलो. ये है. കുഞ്ഞേ, കുഞ്ഞേ, ഇന്ന് വന്നേ, വന്നേ. എന്താ? ചേട്ടന്മാരെല്ലാം പുറത്തു പോയിരിക്കുക. കുഞ്ഞിന്റെ അവസ്ഥ കണ്ടപ്പോ വിഷമം തോന്നി. ശങ്കരൻ തുറന്നുവിടാം. ശങ്കരന് മാഷോട് ഒരു ദേഷ്യവുമില്ല. ഇനി വരൂ. എന്താ? ഏട്ടന്മാര് ജോജിയെ പിടിച്ചോണ്ട് പോയി. എങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടാ. എങ്ങനെയെങ്കിലും രക്ഷിക്കണം. पहचाना मुझे? मैं हूँ वही जाफर खान, अभी जिंदा रहा है. നിനക്കറിയാം ആ പെട്ടി എവിടെയുണ്ടെന്ന്? പറയേ, വെറുതെ എന്നെ വാശി പിടിപ്പിക്കരുത്. എനിക്കറിയാം. നീ പറയില്ലല്ലേ? എനിക്കറിയില്ല. എവിടെ പെട്ടി? നിനക്കറിയില്ല. പോലോ, എവിടെ എന്റെ പെട്ടി? എനിക്കറിയില്ല. അറിയാൻ അറിയില്ല. ആരാണ്ട് വന്ന് ഓനെ അന്വേഷിച്ചെന്ന് വെച്ചു. എന്തിനാണ് ഇങ്ങനെ ബേജാറാവണത്? സമാധാനമായിട്ടിരിക്കേ. ആചാരി എന്താണ് ഈ പറയണത്? ഞമ്മടെ കുത്തിന് കയറി പിടിച്ചാണ് കുഞ്ഞാലിക്കുട്ടീനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് ഓമാര് പറഞ്ഞത്. ഞമ്മക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവാനാണ്? പറയും ആചാരെ. ഇതിൽ എന്തോ പന്തികേടുണ്ടെന്നാണ് ഞമ്മക്ക് തോന്നണത്. ആചാരെ, എന്താണപ്പാ?
നാട്ടുകാർക്ക് മുഴുവൻ പ്രിയപ്പെട്ടവനായിരിക്കും. സഹായം തേടിയെത്തുന്നവർക്ക് വാരിക്കോരി കൊടുക്കുന്ന മഹാമനസ്കനായിരിക്കും. എന്ന് വെച്ച് വലിയ കുറുപ്പത്തുകാരോട് വേണ്ട നിങ്ങളുടെ ഔദാര്യം. നിങ്ങൾ ചുറ്റി വിളയ്ക്കാതെ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ പറയും. പറയാൻ തന്നെ വന്നത്. ഇറക്കി വിടന്റെ പെങ്ങളെ. പെങ്ങളെ? അതെ, നിങ്ങളുടെ ആ പുന്നാര മാഷില്ലേ കുഞ്ഞാലിക്കുട്ടി, അവൻ കട്ടോണ്ട് വന്ന് ഇവിടെ പാർപ്പിച്ചിരിക്കുന്ന എന്റെ പെങ്ങളെ. നിങ്ങൾ എന്താണ് ഈ പറയണത്? എന്റെ മോൻ കുഞ്ഞാലിക്കുട്ടി നിങ്ങളെ മോളെ കട്ടോണ്ട് വന്നണ്ട. ഓ, കുഞ്ഞാലിക്കുട്ടിയുടെ ബാപ്പയാണല്ലേ? എന്നാ നിങ്ങളും കേട്ടോ, മോൻ ഇവിടെ വന്ന് നിൽക്കുന്നത് പഠിപ്പിക്കാനല്ല, പിഴപ്പിക്കാനാ. വലിയ വീട്ടിലെ പെമ്പിള്ളേരെ. കുറുപ്പേ, ഹാജിയാരുടെ മുറ്റത്താ ഞങ്ങൾ നിൽക്കുന്നത്. നാവിന് എല്ലില്ലാന്ന് വെച്ച് എന്ത് തോന്നിയാസവും പറയാമെന്ന് കരുതരുത്. തോന്നിയാസം അല്ല, സത്യമാ. എന്താ സംശയമുണ്ടോ? പിടിച്ചെടുക്കാവനെ. എന്റെ മോനെന്നും പറഞ്ഞ് എവനെ കൊണ്ടുവന്നിരിക്കണത്? ജോജി, എന്താണിത്? കുഞ്ഞാലിക്കുട്ടി എവിടെ? ഓൻ എന്ത് പറ്റി? നിങ്ങൾ എന്തായി പറയണേ? ഇവനല്ലേ നിങ്ങളുടെ മോൻ? നിങ്ങൾക്ക് എന്താ ആചാര്യ സമനില പറ്റിയ? യവൻ ജോജിയാ, കുഞ്ഞാലിക്കുട്ടിന്റെ ചെങ്ങാതി. നമ്മൾ കേട്ടത് സത്യമാണോ? പറയടാ, പറയാൻ. പറയടാ, 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 കളവന്മാരെ, പറയാൻ. സത്യമാണ്. ഞാൻ കുഞ്ഞാലിക്കുട്ടിയല്ല, ജോജിയാണ്. അത് ശരി. ഹാജിയാരുടെ പുന്നാര മാഷ് നിങ്ങളെ മാത്രമല്ല, നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് കഴിയുന്നവരാ. പറയടാ, എവിടാ എന്റെ പെങ്ങള്? കുറിപ്പ് വേണ്ട, നമ്മൾ ഉറയിക്കാനെ കൊണ്ട് എന്തിനാണ് ജോജി മാഷ്, കുഞ്ഞാലിക്കുട്ടിയും ഗൗരിയും ആരൊക്കെ ചേർന്ന് പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ആരാണെന്നോ എന്തിനാണെന്നോ ഒന്നും എനിക്കറിയില്ല. വേഗം അവരെ പോയി രക്ഷിച്ചില്ലെങ്കിൽ. എനിക്കറിയാം അവരെ എവിടെയാണ് കൊണ്ടുപോയെന്ന്. കുഞ്ഞാലിക്കുട്ടിയാണെന്ന് കരുതി ആദ്യം അവരെന്നെയാണ് ഉപദ്രവിച്ചത്. ഹാജിയാരെ, അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇപ്പൊ മറ്റൊന്നും ആലോചിക്കാൻ സമയമില്ല. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. ഹാജിയാരെ, എന്റെ മോന് എന്താണ് പറ്റിയതെന്ന് അറിയില്ല. ജോജി, എന്റെ കുഞ്ഞാലിക്കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ നമ്മൾ ജീവിച്ചിരിക്കില്ല. ഇല്ല, ഒന്നും സംഭവിക്കില്ല. ആരും വരാൻ തയ്യാറായില്ലെങ്കിലും ഞാൻ അവരെ കൊണ്ടുവരും. ജോജി, വീര, വണ്ടി എടുക്ക്. മോൻ
അർഹതയില്ലാത്ത തെറ്റാണ് ഞങ്ങൾ ചെയ്തത്. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ. വാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം നടന്നു കാണാത്തതിൽ എനിക്കും വിഷമമുണ്ട്. എല്ലാറ്റിനും കാരണം എന്റെ എടുത്തുചാട്ടമായിരുന്നു. ക്ഷമിക്കണം. ഇനി ഈ നാട്ടിൽ നിൽക്കാൻ കഴിയില്ലെന്നറിയാം. ഞങ്ങൾ പോവാണ്. ഒരപേക്ഷയുണ്ട്. എന്റെ കുട്ടികൾ ഒരിക്കലും അറിയാനിടവരരുത് അവരുടെ മാഷ് ഒരു കള്ളനായിരുന്നു. ജോജി, നമ്മൾ ഇഷ്ടപ്പെട്ടത് നിന്നിലെ മാഷയാണ്, മനുഷ്യനെയാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കും ഈ നാട്ടുകാർക്കും അന്നെ വേണം. നീ പോകരുത്. യവനെ വിശ്വസിക്കരുത്. യവൻ കുഞ്ഞാലിക്കുട്ടിയല്ല, ജോലിയാണ്. കള്ളനാണ് ഇവൻ. യവൻ ഇസ്ലാമല്ല, ഹിന്ദുവാണ്. അന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? അല്ലോ, തൊണ്ടേന്നുണ്ട എടുത്തപ്പം ശബ്ദം മാറിയതാ. ഇപ്പൊ തൃപ്തിയായല്ലോ.